നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ തനി സ്വരൂപം എന്താണ് എന്ന് തെളിയിക്കുന്നതിന് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തനിക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ നരകം കാണിക്കും, അവരുടെ ആ നരക വേദന കണ്ട് മറ്റുള്ളവർ ഭയക്കണം എന്നുള്ള അവരുടെ ആ ഒരു ഫിലോസഫി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള അതിക്രൂരമായ പ്രതികാര നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ ഇസ്ലാമിക് ഭരണകൂടം ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 2 യുവാക്കളെ കൂടി ഇറാൻ ഭരണകൂടം ജനമധ്യത്തിൽ പരസ്യമായി തൂക്കിലേറ്റി. അബ്ദുൽ ഫസൽ സെപാഹി, അമീർ ഹുസൈൻ സഫാരി എന്നീ യുവാക്കളുടെ വധശിക്ഷയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്ഫഹാനിലെ പബ്ലിക് സ്ക്വയറിൽ നടപ്പിലാക്കിയത്. നഗരമധ്യത്തിലെ അലിഖാനി സ്ക്വയറിൽ ക്രെയിനുകളും പ്രത്യേക താൽക്കാലിക മരച്ചട്ടക്കൂടുകളും നിർമ്മിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. സംഭവം നടക്കുമ്പോൾ വൻ ജനക്കൂട്ടമാണ് ചതുരത്തിൽ തടിച്ചുകൂടിയത്. വധശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത പ്രതിഷേധം ഉയർന്നതായും ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്ന ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ജനുവരി 8-ന് ഇസ്ഫഹാനിൽ നടന്ന പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു, തീവെച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ജുഡീഷ്യറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ മീസാൻ ഓൺലൈൻ വധശിക്ഷ സ്ഥിരീകരിച്ചത്. കൂടാതെ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, ഭൂമിയിലെ അഴിമതിയും കലാപശ്രമവും എന്നീ കുറ്റങ്ങളും ഇവർക്കുമേൽ ചുമത്തിയിരുന്നു. അലിഖാനി സ്ക്വയർ കേസും കനക്കുന്ന വധശിക്ഷകളും. ജനുവരിയിലെ വിപ്ലവാത്മക പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അലിഖാനി സ്ക്വയർ കേസ് എന്ന പേരിൽ 12 യുവാക്കൾക്കെതിരെയാണ് ഇറാൻ വിപ്ലവ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേരായ ഗോൽ മുഹമ്മദി, ഇർഫാൻ എഫ്ദാരി എന്നിവരെ ജൂലൈ 19-ന് തൂക്കിലേറ്റിയിരുന്നു. ചൊവ്വാഴ്ച നടപ്പിലാക്കിയ 2 വധശിക്ഷകളോടെ ഈ കേസിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 ഉയർന്നതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഇനി 8 യുവാക്കൾ കൂടി മരണശിക്ഷയ്ക്ക് തൊട്ടരികെ തുടരുകയാണ്. സംഭവത്തിന് തൊട്ടു മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ധരായ മൈ സാറ്റോയുടെ നേതൃത്വത്തിലുള്ള സംഘം ബാക്കിയുള്ള 10 പ്രതികളുടെയും വധശിക്ഷ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഇറാനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരുന്നു. അടച്ചിട്ട മുറിയിൽ പ്രതികൾക്ക് ന്യായമായ വിചാരണയോ അഭിഭാഷക സുരക്ഷയോ നൽകാതെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് UN കമ്മീഷൻ ആരോപിച്ചിരുന്നു. അറസ്റ്റിലാവുമ്പോൾ വെറും 18 വയസ്സ് മാത്രം തികഞ്ഞ ഷെർവിൻ ബഗേറിയൻ ജബീലിയ എന്ന കൗമാരക്കാരനും നിലവിൽ മരണശിക്ഷ കാത്തു കഴിയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം ഭീഷണിയിലൂടെയും ക്രൂരപീഡനങ്ങളിലൂടെയും എടുത്ത കുറ്റസമ്മത മൊഴികൾ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചതെന്ന് UN വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റത്തിനെതിരെ തുടങ്ങിയ ജനകീയ പ്രക്ഷോഭം ജനുവരി 8-9 തീയതികളിൽ ഉച്ചസ്ഥായിലെത്തുകയായിരുന്നു. ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമായി മാറുകയായിരുന്നു അത്. തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിലും അടിച്ചമർത്തലുകളിലും 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്ത ഭീകരവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ ഔദ്യോഗികമായി ആരോപിച്ചു. തുടർന്ന് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ സംയുക്ത വ്യോമാക്രമണം നടത്തുകയും മേഖല യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. വിദേശ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമായി ശക്തമായ നോട്ടീസ് അയച്ച ഇറാൻ ഭരണകൂടം ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും ചെയ്തു വരികയാണ്. പ്രക്ഷോഭത്തിൽ ഭയം സൃഷ്ടിച്ച് ശബ്ദമുയർത്തുന്നതിനെ തുടർന്നാണ് പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് ഹാങ്ങിംഗ് തന്ത്രം ഇറാൻ പയറ്റുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധമേഖല കൂടുതൽ കറുത്തിരുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു എന്ന വാർത്ത കൂടി വ്യക്തമാകുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന ട്രംപിന്റെ അതിതീവ്രമായ അവകാശവാദവും ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഭഗീരഥ നേട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിക്കാക്സസ് ആണവ കേന്ദ്രം തകർക്കുമെന്ന പരസ്യ മുന്നറിയിപ്പും ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഫെബ്രുവരിയിൽ തുടക്കമിട്ട യുദ്ധം 5-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ സഖ്യകക്ഷിയായ ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുകയും ട്രംപ് മടി കാണിക്കുന്നില്ല എന്നത് അമേരിക്കൻ വിദേശ നയത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്.
ഫോക്സ് ന്യൂസിന്റെ ഫോക്കസ് ആൻഡ് ഫ്രണ്ട്സ് പരിപാടിയിൽ നൽകിയ അരമണിക്കൂർ നീണ്ട അഭിമുഖത്തിലാണ് ട്രംപ് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ തന്റെ ഭരണ തുടർച്ച ഉൽപ്പന്നമാണ് എന്ന വാദമുയർത്തിയത്. 2024 തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ ഇറാന്റെ ആണവാക്രമണത്തിൽ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്ന് ട്രംപ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇസ്രായേൽ സ്വയം പ്രതിരോധ ശേഷിയുള്ള രാഷ്ട്രമാണ് എന്ന ടെൽ അവീവിന്റെ പരമ്പരാഗത നയതന്ത്ര അവകാശവാദങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്നുപറച്ചിൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിനു പുറമെ നയതന്ത്രപരമായ രഹസ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന നെതന്യാഹുവിന്റെ രീതിയെയും മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന ട്രംപ് കടുപ്പത്തിൽ വിമർശിച്ചു. നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്കാസസ് പർവ്വതനിരയിലെ രഹസ്യ തുരങ്കങ്ങളിൽ ഇറാൻ വീണ്ടും സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും ഇതിന്റെ തെളിവുകൾ ട്രംപിന് കൈമാറുമെന്നും നെതന്യാഹു മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോട് ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് ബിബി, അതായത് നെതന്യാഹു, അത് എന്നോട് നേരിട്ട് പറയണമെന്നായിരുന്നു. ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ ഈ യുദ്ധത്തിൽ കെട്ടിയിടാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തിയത്. ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ഇറാനെതിരെയുള്ള സൈനിക ഭീഷണി ട്രംപ് കൂടുതൽ കടുപ്പിച്ചു. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്കാസസ് തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്ത വിധം പർവ്വതങ്ങൾക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്ക സമുച്ചയം ഇറാന്റെ ആണവ പദ്ധതികളുടെ അവസാന പ്രതിരോധ കോട്ടയായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധമില്ലെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഭാവിയിലെ ആണവ സമ്പുഷ്ടീകരണത്തിന് ഈ കേന്ദ്രം ഉപയോഗപ്പെടുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ അമേരിക്കയ്ക്ക് ഉറക്കമില്ല.